സംസ്ഥാനത്താണ് കേന്ദ്ര സർക്കാരിൻ്റെയോ മറ്റേതെങ്കിലും കേന്ദ്ര ഏജൻസികളുടെയോ ഇടപെടലില്ലാതെ പത്രത്തിൽ വാർത്തയടിക്കാനും ടെലിവിഷൻ ചാനലുകളിൽ നമുക്ക് വാർത്ത പറയാനും കേന്ദ്രത്തിന് വേണമെങ്കിലൊന്ന് വിമർശിക്കാനും ഒക്കെ ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെ പത്രാധിപരായ അർണ ഗോസ്വാമിയായിട്ട് വളരെ ബന്ധമുള്ള ഒരാളാണ്. കാരണം ഞങ്ങൾക്കൊരു സംഘടനയുണ്ട്, അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് അദ്ദേഹം ഇരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തോട് ഞാൻ പലപ്പോഴും ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിപ്പബ്ലിക് എന്ന് പറഞ്ഞ വാർത്താ ചാനൽ എങ്ങനെയാണ് വാർത്തകൾ പോകുന്നതെന്ന് എനിക്കറിയാം. ഉത്തരേന്ത്യയിലെ ടൈംസ് ഓഫ് ഇന്ത്യ പോലെ അല്ലെങ്കിൽ ടൈംസ് നൗ പോലെയുള്ള ടെലിവിഷൻ ചാനലുകളിൽ എങ്ങനെയാണ് വാർത്ത പോകുന്നത് എനിക്കറിയാം. അതേസമയം ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാം. കുറച്ചു കാലം മുമ്പ് നമ്മുടെ വാർത്താവിതരണ വകുപ്പ് മന്ത്രിയായിരുന്ന പ്രകാശ് ജാവദേക്കറുമായിട്ട് ഞാനൊരു 45 മിനിറ്റോളം കേരളത്തിലെ വാർത്താ പ്രക്ഷേപണത്തെക്കുറിച്ച് സംസാരിച്ചായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് വളരെ അഭിമാനത്തോട് പറഞ്ഞൊരു കാര്യം, ഞാൻ വാർത്താവിതരണ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലത്ത് ഒരിക്കലെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും ഒരു വാർത്താ ചാനലിൽ ഫോൺ ചെയ്തതായി താങ്കൾക്ക് അറിയാമോ എന്ന് ചോദിച്ചു. സത്യത്തിൽ ഒരു ഇടപെടലും അദ്ദേഹം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതൊരു വാസ്തവമാണ്. കേരളത്തിലെ വാർത്താ ചാനലുകൾക്ക് ഇദ്ദേഹം പറഞ്ഞതുപോലെ എന്തെങ്കിലും അപജയം സംഭവിക്കുന്നില്ല, അത് ഒരേ ഒരു കാരണം കൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാരണം ഈ നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും അറിയാവുന്നത് ഈ ബാർക്ക് എന്ന് പറഞ്ഞൊരു റേറ്റിംഗ് സമ്പ്രദായമാണ് ടെലിവിഷൻ നിലനിൽക്കുന്നത്. അത് ഒരു ഏജൻസി കേരളത്തിലെ കുറച്ച് വീടുകളിൽ കുറേ മീറ്ററുകൾ പ്ലേസ് ചെയ്തിട്ട് എത്ര മണിക്കൂർ ആളുകൾ വാർത്തകൾ കാണുന്നു അല്ലെങ്കിൽ മറ്റുള്ള ചാനലുകൾ കാണുന്നു എന്ന് തിട്ടപ്പെടുത്തിയിട്ട് ആ ഓല വെച്ചാണ് ഇന്ത്യയിലെ എല്ലാ കമ്പനികളും പരസ്യം ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, വാർത്താ ചാനലുകൾ പേ ചാനലുകളൊന്നുമല്ല. ഈ പരസ്യ വരുമാനത്തിൽ മാത്രം അവലംബിച്ചിട്ടാണ് ഈ ചാനലുകൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ശരിക്കും ഈ പ്രേക്ഷകരെ പിടിച്ചു നിർത്താൻ ഈ ചാനലുകൾക്ക് ഒരു കാരണത്താൽ അല്ലെങ്കിൽ മറ്റൊരു കാരണത്താൽ കഴിയുന്നില്ലെങ്കിൽ ഈ ചാനലുകൾക്ക് ആയുസില്ല. അതാണ് സത്യം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ എൻ്റെ വളരെ ഉന്നതമായ ജനാധിപത്യ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഞാൻ അതേസമയം വ്യക്തിപരമായി എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ, ഒരു പക്ഷത്തേക്കും ചായാതെ കേരളത്തിലിരിക്കുന്ന LDFനെ കുറിച്ചോ അതല്ലെങ്കിൽ UDF പക്ഷത്തേക്കോ ചായാതെ ഒരു നേർരേഖയിലൂടെ സഞ്ചരിക്കാൻ എത്രമാത്രം പറ്റുമെന്ന് കഴിഞ്ഞ 6 കൊല്ലമായി ഒരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. പലരും അത് നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഒരു സമയത്ത് നമ്മൾ BJPയുടെ വൈതാളികനാണെന്ന് പറയും, ചിലപ്പോൾ പിണറായിയുടെ വൈതാളികനാണെന്ന് പറയും, ചിലപ്പം നമ്മുടെ ഇപ്പോൾ കടന്നുപോയ VD സതീശൻ്റെ ആളാണെന്ന് പറയും. ഞാൻ ഇവരോട് സത്യം പറഞ്ഞാൽ നമ്മൾ തമ്മിൽ അവതരിപ്പിക്കുന്ന കാലം മുതലേ നമ്മുടെ സംസ്ഥാനത്തെ നേതാക്കന്മാരുമായി ഒരു സൗന്ദര്യാത്മകമായ അകലം ഞാൻ പാലിച്ചിട്ടുണ്ട്. അതെന്തിനാണ് പാലിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാളെ ഇപ്പോൾ സുരേഷ് കുറുപ്പ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ്. അദ്ദേഹത്തെക്കുറിച്ച് എനിക്കൊരു വാർത്ത കൊടുക്കണമെങ്കിൽ എൻ്റെ കൈ ബന്ധിക്കാൻ പാടില്ല. അങ്ങനെ ഒരു വാർത്ത കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് വേണം. അതാണ് എപ്പോഴും ശ്രമിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ വളരെ അടുത്ത സമയത്തൊരു കാര്യം പറയാം. കൊച്ചിയിലൊരു കുട്ടി ഒരുപാട് പല നിലകളുള്ള ഒരു ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് ചാടി മരിച്ചു. വളരെ സങ്കടകരമായൊരു സാഹചര്യമായിരുന്നു. അത് വാർത്തകളൊക്കെ അച്ചടിക്കുന്നവരെല്ലാം റാഗിങ്ങിൻ്റെ ഒരു ശ്രമഫലമായിട്ടാണ് ഈ കുട്ടി മരിച്ചതെന്നാണ്. എന്നാൽ മറ്റു ചില കാര്യങ്ങൾ ചില ആളുകൾ എന്നെ അറിയിക്കുന്നു. ഞാൻ അറിയിച്ചപ്പോൾ തന്നെ എൻ്റെ ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന വാർത്താലേഖകനോട് പറഞ്ഞു, നിൻ്റെ കണ്ണുകൾ പൂട്ടി വയ്ക്കരുത്. ഈ കുട്ടി മരിച്ചതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന് നീ കണ്ടെത്തണം. കാരണം കുറേ ചാനലുകൾ ഇതിങ്ങനെ അച്ചടിക്കുന്നു അല്ലെങ്കിൽ പുറത്തുവിടുന്നു എന്നതുകൊണ്ട് മാത്രം സത്യം അതാകണമെന്നില്ല. എന്നെക്കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, എൻ്റെ ചാനലിലെ വാർത്തകളെ വലിയൊരു പരിധിവരെ മറ്റുള്ള ചാനലിലെ വാർത്തകൾ സ്വാധീനിക്കുന്നുള്ള സത്യമാണ്. ആ സ്വാധീനത്തിനെതിരെ നമ്മൾ പിടിച്ചു നിൽക്കണമെങ്കിൽ വലിയ കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾക്കറിയുന്നത് പോലെ ഈ 24 എന്ന വാർത്താ ചാനൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ദയാദാക്ഷിണ്യം കൊണ്ട് വന്നൊരു സ്ഥാപനമല്ല. എനിക്ക് എൻ്റെ കാര്യങ്ങളെ പറയാൻ പറ്റൂ. ഇത് ഒരുപക്ഷെ ഞങ്ങളെപ്പോലെ കുറച്ച് ആൾക്കാർ രാപകൽ ഭേദമന്യേ അധ്വാനിച്ച് 18 മണിക്കൂറൊക്കെ ജോലി ചെയ്യാവുന്ന ലോകത്തിൽ തെളിയിച്ച് കൊണ്ടുവന്ന ഒരു വാർത്താ ചാനലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം, ഞാനത് പറയുന്നതിൽ എനിക്ക് ഒരു വിഷമവുമില്ല. ഒരുപക്ഷെ വാർത്താ പ്രക്ഷേപണത്തിലൂടെ കേരളത്തിൻ്റെ ചരിത്രം മാറ്റി എഴുതാൻ പറ്റിയില്ലെങ്കിലും ആവശ്യങ്ങളും കാരുണ്യവും ആവശ്യമുള്ള സ്ഥലങ്ങളിൽ അത് എത്തിക്കാൻ ഈ പ്രക്ഷേപണ മാധ്യമത്തിന് കഴിയുമോ എന്നുള്ള കാര്യം ഞാൻ കുറച്ചു കാലമായി പരീക്ഷയിലൊരു പരിധിവരെ വിജയിച്ചുകൊണ്ടിരിക്കുക. പിന്നെ എപ്പോഴും നമ്മുടെ മനസാക്ഷിയോട് നമുക്ക് കൂറുപുലർത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ വാർത്തകൾ സത്യസന്ധമായി പ്രക്ഷേപിക്കാൻ കഴിയും. അതേസമയം ഞാൻ അടിവരയിട്ട് പറയുന്നൊരു കാര്യം, ഈ നമ്മൾ കൊടുത്ത വാർത്തകളെക്കാളും കൊടുക്കാത്ത വാർത്തകളാണ് കൂടുതൽ എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇന്നുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വാർത്തയുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലനം സോഷ്യൽ മീഡിയയിൽ വരും. ഡിജിറ്റൽ ജേർണലിസ്റ്റുകൾക്ക് വലിയ ശക്തിയുള്ള ഒരു കാലമാണിത്. ഒരിക്കലും ഞാൻ യോജിക്കാത്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ 24 അല്ലെങ്കിൽ ഏഷ്യൻ ന്യൂസിലൂടെ ഒരു വാർത്ത പുറത്തു വിട്ടാൽ ആ വാർത്ത ശരിയല്ലെങ്കിൽ അടുത്ത ക്ഷണത്തിൽ തന്നെ ഫേസ്ബുക്കിലൂടെ ഒരു പോസ്റ്റ് ഇടാൻ ആരും വിലക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട്
ശരിക്കും വാർത്തകളിൽ ഇടപെടാൻ ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട്. അതേസമയം ഈ വാർത്തകളെ സ്വാധീനിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൊടുത്ത വാർത്തകളെക്കാളും കൊടുക്കാത്ത വാർത്തകൾ കൂടുതലാണ്. ചിലപ്പോൾ അത് കൊടുക്കാത്തതുകൊണ്ട് നല്ല ഗുണമായിരിക്കും. ഒരു ദിവസം ഞാൻ ഈ രാവിലെ വാർത്ത വായിക്കാൻ നിങ്ങൾക്കറിയുന്ന പോലെ 3.5 മണിക്കൂറാണ് നിൽക്കുന്നത്. ചിലപ്പോൾ 4 മണിക്കൂർ നിന്ന ദിവസമുണ്ട്. ഈ 3.5 മണിക്കൂർ നിൽക്കുന്ന സമയത്ത് വരുന്നതെല്ലാം കൊലപാതകം, റേപ്പ്, അങ്ങനെയുള്ള വാർത്തകൾ മാത്രമാണ് രാവിലെ വരുന്നത്. വണ്ടി അപകടം, ആൾ മരിച്ചു, അല്ലെങ്കിൽ കുട്ടികൾ വണ്ടി ഓടിച്ചിട്ട് വണ്ടി കൊണ്ട് മരിച്ചു, ഇങ്ങനെയൊക്കെ പറഞ്ഞ വാർത്തകളാണ്. കുറേ സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ശ്വാസം മുട്ടി തുടങ്ങി, സത്യസന്ധമായി പറഞ്ഞ. ഞാനപ്പം പ്രേക്ഷകരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ മ്യൂസിക് തെറാപ്പിയുടെ കാലമാണിത്. അതായത് സംഗീതത്തിലുള്ള ചികിത്സ നടത്താൻ പറ്റുമെന്ന് ആളുകൾ തെളിയിക്കുന്ന കാലം. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഈ വലിയ ശ്വാസം മുട്ടൽ ഒഴിവാക്കാൻ വേണ്ടി ഒരു പാട്ട് കേൾപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു വാർത്താ ചാനലിൻ്റെ പുറത്തൊരു ദാസേട്ടൻ പാടി ഒരു നല്ല പാട്ടിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആൾക്കാർ തീർച്ചയായിട്ടും എന്നെ തെറി വിളിക്കേണ്ടതാണ്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വാട്സാപ്പിലും യൂട്യൂബിലും ഒക്കെ വന്ന കമൻറ്റുകൾ മുഴുവൻ ഇപ്പോഴാണ് ഞങ്ങൾക്ക് ശ്വാസം നേരെ വീണത്. കാര്യം പ്രേക്ഷകൻ അത്രയും ശ്വാസം മുട്ടുകയാണ്. കാര്യം 5 മിനിറ്റ് ആ പാട്ട് കേട്ടുകൊണ്ട് അവർ സ്വസ്ഥമായിട്ട് ഇരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന അതേസമയം ഈ വാർത്തകളൊക്കെ വ്യാജമായി ക്രിയേറ്റ് ചെയ്താണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. നമ്മുടെ നാട്ടിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരു ടെലിവിഷൻ സീരിയലിലോ അല്ലെങ്കിൽ ഒരു സിനിമയുടെ പ്രമേയമായിട്ടോ ഈ പറയുന്ന സംഭവങ്ങൾ വന്നാൽ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു. അതിൻ്റെ പ്രതിഫലനം ഈ പത്രത്തിലും ടെലിവിഷനിലും വരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതേസമയം ഈ ടെലിവിഷൻ ചാനലുകൾ ഒരു രീതിയിലുള്ള സെൻസർഷിപ്പും ടെലിവിഷനോ പത്രത്തിനോ കേരളത്തിലില്ല, ഇന്ത്യയിലും ഇല്ല. എന്നാൽ അവർക്കൊരു ആത്മനിയന്ത്രണം വേണമെന്ന കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. കാരണം എന്തും വാരിക്കോരി കൊടുത്ത നമ്മുടെ നാട്ടിൽ എൻ്റെ പേടിയും അത് തന്നെയാണ്. വിദേശ നാട്ടിൽ നിന്നൊക്കെ ഇരുന്ന് വരും. നമുക്കിടെ ഏറ്റവും വലിയ സംഭവം എന്താ? ടൂറിസവും IT ഒക്കെയാണ്. അപ്പോൾ വിദേശ നാട്ടിൽ നിന്ന് ഒരാൾ നമ്മുടെ നാട്ടിലേക്ക് വരാൻ ആലോചിക്കുമ്പോൾ ഈ നാട്ടിൽ പട്ടാപ്പകൽ പിടിച്ചുപറിയും കൊലപാതകവും നിങ്ങൾക്കറിയുമെന്ന് അറിയില്ല. ഞാനിപ്പോൾ പല ആളുകളോട് ഉപദേശിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ കാറിലൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് വണ്ടി ആരെങ്കിലും കൊണ്ട് ഉരച്ചാൽ നിങ്ങൾ പണ്ടത്തെ പോലെ ചാടി ഇറങ്ങി എന്താടാ വണ്ടി നോക്കി ഓടിച്ചൂടെ എന്ന് ചോദിക്കരുത്. കാര്യം അവൻ്റെ കയ്യിൽ കടാരയായിരിക്കും, അവൻ നെഞ്ചത്ത് നോക്കി കുത്തി ഇറക്കി കളയും. കാര്യം MDMA കഴിച്ചിട്ട് ഇറങ്ങുന്നവനായിരിക്കും ഈ വണ്ടി ഓടിച്ചു വരും. നമുക്ക് ഗ്ലാസ് പോലും താഴ്ത്തരുതെന്നാണ് ഞാൻ പറയുന്നത്. അതിനകത്തിരുന്ന് നിങ്ങൾ സ്വയം പറഞ്ഞങ്ങ് അഭിമാനിച്ചോണ്ടാൽ മതി അവനെ ചീത്ത വിളിച്ചു എന്നുള്ളത്. നിങ്ങൾ ഗ്ലാസ് താഴ്ത്തരുത്, ചിലപ്പോൾ ജീവനോടെ വീട്ടിൽ ചെല്ലാൻ പറ്റത്തില്ല. ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇതൊന്നും യാഥാർത്ഥ്യമല്ല. ഒരു കാര്യം കൂടി ഞാൻ പറയാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ MDMA മയക്കുമരുന്ന്, ലഹരി, ഈ സാധനങ്ങൾ ഒഴുകുന്ന നഗരം, മഹാനഗരം കൊച്ചിയാണ്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റാത്ത യാഥാർത്ഥ്യമാണ്. ഞാൻ അതുകൂടെ പറഞ്ഞിട്ട് തീർത്തേക്കാം. കൊച്ചി നഗരം പോലെ നമ്മുടെ ഓരോ നഗരവും ആ ചുവട് പിടിച്ചു കഴിഞ്ഞാൽ ഇതിലും മോശപ്പെട്ട വാർത്തകൾ വരും.